ഇയ്യോബ് അദ്ധ്യായം 18. അതിന് ശൂഹ്യനായ ബിൽദാദിന്റെ ഉത്തരം: നിങ്ങൾ എത്രത്തോളം വാക്കുകൾക്ക് എതിര് പറയും? ഗ്രഹിക്കുക, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളെ പോലെ ഗണിക്കുന്നതെന്ത്? ഞങ്ങൾ നിനക്ക് അശുദ്ധരായി തോന്നുന്നതെന്ത്? കോപത്താൽ സ്വയം സംഹരിക്കുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി പരിത്യജിക്കപ്പെടുമോ? പാറ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറുമോ? ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും. അവൻ്റെ അഗ്നിജാല പ്രകാശിക്കുകയില്ല. അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും. അവൻ്റെ ദീപം കെട്ടുപോകും. അവൻ വേദനയോടെ പാദം വയ്ക്കുന്നു. അവൻ്റെ സ്വന്തം ആലോചന അവനെ മുക്കിക്കളയും. അവൻ്റെ കാൽവലയിൽ കുടുങ്ങും. അവൻ കെണിയിൽ മീതെ നടക്കും. കുരുക്ക് അവൻ്റെ കുതുകാലിൽ വീഴും. അവൻ കുടുക്കിൽ അകപ്പെടും. അവന് നിലത്ത് കെണി മറച്ചു വയ്ക്കും. അവനെ പിടിപ്പാൻ പാതയിൽ വല ഒളിച്ചു വയ്ക്കും. നാനാഭാഗത്തും ഭീതി അവനെ സംഭ്രമിപ്പിക്കും. അവൻ്റെ കാലുകൾ തകർത്തു കളയും. അവൻ്റെ വേദന വിശന്നിരിക്കുന്നു. അവൻ്റെ മക്കൾക്ക് തകർച്ച. ശക്തർ അവൻ്റെ നഗരങ്ങളെ തിന്നുകളയും. അവൻ്റെ നഗരങ്ങളിൽ നിന്ന് കടിഞ്ഞൂൽ മരണത്തിൻ ശക്തിയാൽ ഭക്ഷിക്കപ്പെടും. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടും. രാജാവിൻ്റെ ഭീകരത അവനെ സംഭീതനാക്കും. ആരുമില്ലാത്തതിനാൽ അവൻ്റെ കൂടാരത്തിൽ അവർ വസിക്കും. അവൻ്റെ നിലത്തിന്മേൽ ഗന്ധകം വർഷിക്കും. കീഴെ അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും. മുകളിൽ അവൻ്റെ ശിഖരം വാടിപ്പോകും. അവൻ്റെ സ്മരണ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും. സൃഷ്ടിയിൽ അവൻ്റെ പേർ ഇല്ലാതാകും. അവനെ പ്രകാശത്തിൽ നിന്ന് ഇരുളിലേക്ക് തള്ളിയിടും. ഭൂമുഖത്തു നിന്ന് അവനെ ഓടിച്ചു കളയും. ലോകത്തിൽ അവന് പേരും സ്മരണയുമില്ല. അവൻ്റെ വാസസ്ഥലത്ത് ആരും ഉണ്ടായിരിക്കയില്ല. പിമ്പുള്ളവർ അവൻ്റെ ദിവസം കണ്ടു വിസ്മയിക്കും. മുമ്പുള്ളവർ അവരുടെ മേലുള്ള ശിക്ഷയും കാണും. അധർമ്മിയുടെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു. ദൈവത്തെ അറിയാത്തവൻ്റെ സ്ഥലം ഇപ്രകാരമത്രേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.